ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ദൈവവചനത്തിന് മുമ്പിലായിരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഈ സവിശേഷമായ സന്ദർഭത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതും, അത് ഇരുവാൾ തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത്, നമ്മുടെ അന്തരീന്ദ്രിയങ്ങളെ തുളച്ചു ചെല്ലും വരെയും നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെ ശോധന ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വചനത്തിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തവും ശക്തവുമായ നമ്മളോട് സംസാരിക്കേണ്ടതിന് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസ് 1:6. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4 സുവിശേഷങ്ങളിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്നത് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് എനിക്ക് തോന്നി. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും ലൂക്കോസിൻ്റെ സുവിശേഷത്തെ വ്യത്യസ്തമാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനം, അതിന് മുന്നോടിയായിട്ടുള്ള യോഹന്നാൻ സ്നാപകൻ്റെ ജനനം, ഇവയെല്ലാം ക്രമമായി എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഏതൊരു കുഞ്ഞുകുട്ടിക്കും വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ക്രമത്തിൽ താൻ എഴുതിയിരിക്കുന്നു എന്നതാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത. അതിൽ യേശുക്രിസ്തുവാണ് എല്ലാ സുവിശേഷങ്ങളുടെയും കേന്ദ്ര ബിന്ദു എങ്കിലും ക്രമമായി എഴുതുമ്പോൾ യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന ഏകദേശം 6 മാസം മുമ്പ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചാണ് താൻ പ്രതിപാദിച്ചിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ്റെ മാതാപിതാക്കളായ സക്കറിയാവിനെയും എലിസബത്തിനെയും കുറിച്ച് പറയാതിരിക്കാൻ ലൂക്കോസിന് സാധിച്ചില്ല. കേവലം ആ കുടുംബത്തെക്കുറിച്ച് അവരുടെ പേരുകൾ പരാമർശിച്ചു പോകുക എന്ന് മാത്രമല്ല, സഖറിയാവ് എലിസബത്ത് എന്ന കുടുംബത്തിൻ്റെ സാക്ഷ്യം, അവരുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ കൂടെ രേഖപ്പെടുത്തിയാണ് ലൂക്കോസ് മുന്നോട്ട് പോകുന്നത്. എന്താണ് ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത? ഒന്നാമതായി, സഖറിയാവ് എന്ന പേരിൻ്റെ അർത്ഥം യഹോവ ഓർത്തു എന്നതാണ്. ദൈവം ഓർക്കുന്നവനാണ്. ഈ പേരും ഇതിൻ്റെ അർത്ഥവും ദൈവത്തിൻ്റെ വിശ്വസ്തതയും കൂടാതെ ആ കാലഘട്ടവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? നമുക്കറിയാം, മലാഖി മുതൽ യോഹന്നാൻ സ്നാപകൻ വരെ, അല്ലെങ്കിൽ സഖറിയാവിനോട് ദൂതൻ ദൈവാലയത്തിൽ സംസാരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെ ഇരുണ്ട കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കാതിരുന്ന കാലഘട്ടം. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവം തൻ്റെ സ്വന്തം ജനത്തെ മറന്നുകളഞ്ഞു എന്ന് ജനം വിചാരിച്ച, അങ്ങനെ നനച്ചിരുന്ന ഒരു കാലഘട്ടം. മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാഗങ്ങളും ഒക്കെ നടക്കുന്നു. അപ്പോൾ തന്നെ ദൈവം മനുഷ്യനോട് സംസാരിക്കാതിരിക്കുകയും ദൈവം മനുഷ്യനെ മറന്നു കളഞ്ഞു എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് സഖറിയാവിനോട് ദൈവം തൻ്റെ ദൂതനിലൂടെ സംസാരിക്കും. ദൈവം ഓർത്തു, അല്ലെങ്കിൽ യഹോവ ഓർത്തു. യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം ഉടമ്പടിയുടെ ദൈവം എന്നാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാമും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം എന്നെ മറന്നു കളഞ്ഞു, ദൈവം എന്നെ ഓർക്കുന്നില്ല. സങ്കീർത്തനങ്ങളിൽ ഉടനീളം നാം ഇങ്ങനെയുള്ള വാചകങ്ങളും പല സങ്കീർത്തനക്കാരുടെയും ദീനരോധനങ്ങൾ കേൾക്കാറുണ്ട്, വായിച്ചു മനസ്സിലാക്കാറുണ്ട്. യഹോവേ, നീ എന്നെ മറന്നു കളഞ്ഞതെന്ന്. ജീവിതത്തിലെ പ്രശ്നസാധ്യതകളിൽ അല്ലെങ്കിൽ നിരാശയുടെ നടുവിൽ പലപ്പോഴും യഹോവ നമ്മളെ മറന്നു കളഞ്ഞു എന്ന് ചിന്തിക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണ്. ദൈവം മറന്നു കളയുവാൻ അവൻ മനുഷ്യനല്ല എന്നതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ തൻ്റെ വചനത്തെ നിവർത്തിക്കാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കും. ദൈവം ഒരിക്കലും മറക്കുന്നവനല്ല. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവത്താൽ നാം മറക്കപ്പെട്ടു, ദൈവം എന്നെ ഓർക്കുന്നില്ല എന്ന് നാം ചിന്തിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം തൻ്റെ സമയത്ത് തൻ്റെ ജനത്തെ ഓർക്കുന്നവനാണ്. ഇവർ ഇരുവരും ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്നവരുമായിരുന്നു. ഈ കുടുംബത്തോടാണ് ദൈവം കരുണ കാണിച്ചത്. യഹോവ അവരെയാണ് ഓർത്തത്. യഹോവ അവരെ ഓർത്തു എന്ന് പറയുമ്പോൾ അത് അവരുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ടോ അവർക്കും വേണ്ടി മാത്രമല്ല, അവർക്ക് മാത്രമായി ലഭിച്ച നന്മയുമല്ല, അത് ഇസ്രായേൽ എന്ന ആ ഒരു ജനസമൂഹത്തോട് ദൈവം കരുണ കാണിച്ചതിനെയും അത് സൂചിപ്പിക്കുന്നു.
യോഹന്നാൻ സ്നാപകൻ മശിഹായ്ക്ക് വഴിയൊരുക്കാൻ വന്നവനാണ്. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷകൾ നാം മനസ്സിലാക്കുന്നത് താൻ അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തോട് ദൈവം കാണിച്ച കരുണ അത് ആ ജനസമൂഹത്തോട്, ജനതതിയോട് ദൈവം കാണിച്ച ഒരു കരുണയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ എന്നോടും നിങ്ങളോടും നമ്മുടെ കുടുംബങ്ങളോട് ദൈവം കാണിക്കുന്ന കരുണ അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് സകലർക്കും വേണ്ടിയുള്ളതാണ്. നോക്കൂ, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം വായിക്കുന്നത് അത് സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ളൊരു സന്തോഷം. നമ്മളോട് ദൈവം കരുണ കാണിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകുന്ന നന്മകൾ അത് മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണ് എന്നാണ്. മറ്റുള്ളവരോട് ദൈവം കരുണ കാണിക്കുന്നത് നമ്മിലൂടെയാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് യെശയ്യാ പ്രവാചകൻ പുസ്തകത്തിൽ വായിക്കുന്നു, അവർ ജാതികൾക്ക് വെളിച്ചമായി വെച്ചിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് എന്താണ് വായിക്കുന്നത്? യേശുക്രിസ്തു തന്നെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം, ഈ ഭൂമിയുടെ ഉപ്പാകുന്നു. അല്ലേ? നമ്മളിലൂടെ ദൈവത്തിൻ്റെ വെളിച്ചം ലോകത്ത് പ്രകാശിക്കപ്പെടാനിടയാകണം. നമ്മളിലൂടെ അനേകർ ദൈവത്തിനായി സംരക്ഷിക്കപ്പെടുവാനായിട്ടിടയാകണം. അതാണ് രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് നാം മനസ്സിലാക്കുന്നത്. മൂന്നാമത്, ഈ കുടുംബത്തിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഒരു സവിശേഷത അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. അവർ സകല ന്യായങ്ങളിലും കൽപ്പനകളും അനുസരിച്ച് കുറ്റമില്ലാത്തവരായി നടക്കുന്നു എന്ന് പറഞ്ഞ് വിടുക മാത്രമല്ല, പിന്നെയോ ഒരു പ്രത്യേക പദം അവിടെ എടുത്തു പറയുന്നുണ്ട്, അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു എന്നാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇതിനോട് ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, യേശുക്രിസ്തു പറയുന്നു, നിങ്ങളുടെ നീതി മനുഷ്യരുടെ മുമ്പിൽ കാണിക്കാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ്. അല്ലായികയാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ നീതി, നമ്മുടെ പ്രവൃത്തികൾ മനുഷ്യരുടെ മുമ്പിൽ കാണിച്ച് പ്രശംസയും പ്രസക്തിയും നേടാൻ നാം ആഗ്രഹിക്കാറുണ്ട്. രണ്ടു നിലയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ദൈവം കാണുന്ന നിലയിൽ ചെയ്യാം. രണ്ട്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് നമുക്ക് ചെയ്യാം. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് നാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പേരും പ്രശസ്തിയും ഒക്കെ നമുക്ക് ലഭിച്ചു എന്ന് വരാം. എന്നാൽ അത് നിലനിൽക്കുന്നതല്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഇംഗ്ലീഷ് നമ്മൾ വായിക്കുന്നത് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നാം നീതിയുള്ളവരായി ജീവിക്കണം, മനുഷ്യരുടെ മുമ്പിൽ എന്നല്ല. ഞാനും ദൈവവും മാത്രമുള്ളപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കുന്നു? ഞാനും ദൈവവും മാത്രമുള്ള സന്ദർഭങ്ങളിൽ എൻ്റെ ചിന്ത എന്താണ്? എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്? എൻ്റെ പ്രവൃത്തികൾ എന്താണ്? എൻ്റെ സംസാരങ്ങൾ എന്താണ്? ഞാൻ എന്ത് കാണുന്നു? ഞാൻ എന്ത് ചെയ്യുന്നു? എന്നത് വളരെ ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നാം രഹസ്യ ജീവിതത്തിൽ നാം നമ്മുടെ ഇഷ്ടമുള്ള വഴികൾ നടക്കുകയും മനുഷ്യരുടെ മുമ്പിൽ നാം പലപ്പോഴും നല്ലവരായി അഭിനയിക്കാറുണ്ട്. അങ്ങനെയുള്ളവരെ ദൈവം യേശുക്രിസ്തു പലപ്പോഴായിട്ട് ശപിച്ചതായിട്ടും അവരെ പലപ്പോഴും ശാസിച്ചതായിട്ടും വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കും. അവരെ കപടഭക്തിക്കാരെന്നും വെള്ളത്തേച്ച ശവക്കല്ലറുകളെന്ന് വിളിച്ച് അവരുടെ കപടഭക്തിയെ ശാസിച്ചതായിട്ട് നാം വായിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവത്തിന് കൊള്ളാകുന്നവരായി ജീവിക്കണം. ദൈവം എന്നെക്കുറിച്ച് എന്ത് കമൻറ്റ് പറയുന്നു, ദൈവം എന്നെ എങ്ങനെ കാണുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. ഈ കുടുംബം ഒരു മാതൃകയുള്ള കുടുംബമാണ്. ഈ കുടുംബത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എത്ര നീതിയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളിടയാക്കും. ആ നിലയിൽ ഈ കുടുംബം നമുക്കൊരു മാതൃകയായി തീരട്ടെ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.